കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ പറഞ്ഞിരുന്നു. ആ വീഡിയോയിന് താഴെ ഒരുപാട് കമൻറ്റുകൾ. ആ കമൻറ്റുകൾ പരിശോധിച്ച് അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഏതാണ് ആ വീഡിയോ, എന്താണ് ആ കമൻറ്റുകൾ, എന്താണെന്ന് പറയുന്ന മറുപടി വിശദമായി ഒന്ന് കേട്ടാലോ. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന 7 കാര്യങ്ങളുണ്ട്. ആ 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്ന് നമുക്ക് കേൾക്കാം. പലർക്കും പല സംശയങ്ങളുണ്ട്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതിയാൽ പ്രതിഫലം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരാൾക്ക് മരണപ്പെട്ട വാപ്പ ഉണ്ടാകും, ഉമ്മയുണ്ടാകും, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, എല്ലാവർക്കും വേണ്ടി, മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ദുആ. ആ ദുആ പറഞ്ഞാൽ പറയുന്നവർക്കും ഗുണമാണ്, അത് ആർക്കു വേണ്ടിയാണോ ദുആ ചെയ്തത് അവർക്കും നേട്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ കുഞ്ഞു ദുആ ഏതാണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ. മൊത്തത്തിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുകയും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ഇരുലോകത്തും ഗുണപ്രദമാകുന്ന നല്ല കാര്യങ്ങളായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, നമ്മുടെ പ്രയാസങ്ങളും, നമ്മുടെ ദുഃഖങ്ങളും, രോഗങ്ങളും, ചെയ്തു പോയ തെറ്റുകളും എല്ലാം അല്ലാഹു തആല മാറ്റി നമ്മുടെ ഖൽബും നമ്മുടെ ശരീരവും ഒക്കെ അല്ലാഹു ശുദ്ധീകരിച്ച് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ 40 ഹജ്ജ് ചെയ്താലും, 40 അല്ല ഇനി 100 ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും അല്ലാഹു തആല അവൻ്റെ ആ സൽക്കർമ്മമൊന്നും സ്വീകരിക്കില്ല. അതിന് കാരണം മാതാപിതാക്കളുടെ പൊരുത്തം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കതിന് പറ്റിയ ഒരു ചരിത്രം മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന ഒരു സ്വാത്വികനായ മനുഷ്യൻ്റെ ജീവിതവുമായി കമ്പയർ ചെയ്ത് ഹജ്ജിന് പോയ സമയത്തുള്ള ഒരു വിശാലമായ ചരിത്രം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പലരും കമൻ്റായിട്ട് അതിൻ്റെ താഴെ ചോദിച്ചിരുന്നു, ഉസ്താദേ, ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെ ആയ കാലത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ചോരത്തിളപ്പിൻ്റെ കാലത്ത്, ഉമ്മയും വാപ്പയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് ഒരുപാട് നന്മ ചെയ്യാനോ, അവർക്ക് വേണ്ടി ദുആ ഇറക്കാനോ, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനോ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. ഞങ്ങൾ കൂട്ടുകെട്ടിലും അതുപോലെ തന്നെ മറ്റ് തിരക്കുകളിലൊക്കെ ആയിപ്പോയി. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഉമ്മയോടും വാപ്പയോടും എത്രമാത്രം കടമയുണ്ടായിരുന്നു എന്ന് ഇപ്പം ചിന്തിക്കുന്നു. ഇപ്പം ഞങ്ങൾ വയസ്സാണ്, ഇപ്പം ഞങ്ങൾ പ്രായമുള്ളവരാണ്, ഞങ്ങൾക്ക് മക്കളായി, മക്കളുടെ മക്കളായി. പക്ഷേ ഞങ്ങളുടെ മക്കൾ നല്ലപോലെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വാപ്പയും ഉമ്മയെയും നല്ലതുപോലെ പരിഗണിക്കാനോ അവർക്ക് വേണ്ടിയൊക്കെ നല്ല കാര്യം ചെയ്യാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല, കൂടുതൽ പറ്റിയില്ല. ഇനി എന്താണ് മാർഗം? അങ്ങനെ കുറച്ച് ആളുകൾ കമൻറ്റ്. ചില ആളുകൾ ചോദിക്കുന്നു, ഉസ്താദേ, മരണപ്പെട്ട മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മക്കൾ എന്താണ് ചെയ്യുക? ദുആ ഇറക്കുന്നുണ്ട്, പിന്നെ സിയാറത്തൊക്കെ ചെയ്യുന്നുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? മരണപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് പ്രതിഫലം കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമല്ല, ബന്ധുമിത്രാദികളായ ആരെല്ലാം ഉണ്ടോ, ഇപ്പോൾ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യക്കോ, ഭാര്യ മരണപ്പെട്ടെങ്കിലും ഭർത്താവിനോ ഒക്കെയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു 7 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും മഹാനവറുകൾ കേൾക്കും. അതായത് ആ ഖബറാളി ഭയങ്കരമായി ശിക്ഷിക്കപ്പെടുന്നതായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ആ ഖബറിൽ മഹാനായ ഈസാ നബിക്ക് മാത്രമേ കാണാൻ പറ്റൂ. ആ ഖബറിൻ്റെ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ശിക്ഷകളെ അയാൾ അനുഭവിക്കുന്നു. അങ്ങനെ മഹാനവറുകൾ നടന്നുപോയി. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ആ വഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ ഖബറിലേക്ക് വെറുതെ ഒന്ന് നോക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അന്ന് പോയപ്പോൾ ഒരുപാട് ശിക്ഷ അനുഭവിച്ച അയാൾ ഇന്ന് ഭയങ്കര രസത്തിലും സുഖത്തിലും ആനന്ദത്തിലും സന്തോഷത്തിലുമാണ്. അപ്പം തന്നെ ദുആ ചെയ്തു, പടച്ചോനെ, ഇതെന്താണ് അത്ഭുതം? ഇയാളിപ്പോൾ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ ഈ ഒരു നല്ല അവസ്ഥ വരാനുള്ള കാരണം എന്താണ്?
അപ്പോൾ തന്നെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു ഈസാ നബിയെ, നിങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത്, നിങ്ങൾ ഒരു പ്രാവശ്യം നാളുകൾക്ക് മുമ്പ് നിങ്ങൾ പോയപ്പോൾ ഈ ഖബറാളി ശിക്ഷിക്കപ്പെടുകയാണ്. ഇയാൾ മരിക്കുന്ന സമയത്ത് ഇയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ ആ ഭാര്യ കുട്ടിയെ പ്രസവിച്ചു, ഒരു ആൺകുട്ടിയായിരുന്നു, കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടി പക്വത എത്തിയ സമയത്ത്, അതായത് മദ്രസയിലേക്ക് പോകുന്ന പ്രായമായപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ അടുത്തുള്ള ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് ഈ കുട്ടിയെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കുകയുണ്ടായി. ആ സമയത്ത് ആ പണ്ഡിതൻ ആ കുട്ടിയോട് പറയാൻ പറഞ്ഞു, മോനെ നീ പറയുക എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ആ കുട്ടി ചെറിയ നാവ് കൊണ്ട് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ ഭൂമിക്ക് മുകളിലിരുന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഭൂമിയുടെ താഴെ ശിക്ഷ അനുഭവിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ റഹ്മത്തിൻ്റെ വാക്കുകൾ ഇയാളുടെ മകൻ പറയുമ്പോൾ ഇയാളെ ഞാൻ എങ്ങനെയാണ് ശിക്ഷിക്കുക? അതുകൊണ്ട് ആ കുട്ടിയുടെ ബിസ്മില്ലായുടെ ബർക്കത്ത് കൊണ്ട് ഇയാളുടെ ശിക്ഷ ഞാൻ മാറ്റിക്കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയിച്ചു കൊടുത്തു. ഇതൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റുന്ന ചില ചരിത്രങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് മക്കൾ, ആ മക്കൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ആ ഖബറാളികൾക്ക് എത്തുമെന്നാണ്. ഇപ്പോൾ എൻ്റെ വാപ്പ മരണപ്പെട്ടു, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഞാൻ പള്ളിക്ക് വേണ്ടി കുറച്ച് സംഭാവന കൊടുത്തു, അള്ളാഹു അതിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പയുടെ ഉമ്മയുടെ ഖബറിലേക്ക് കൊടുക്കും. കാരണം എന്താണ്? ആ വാപ്പയും ഉമ്മയും കാരണമാണ് ഞാൻ ആ സൽക്കർമ്മം ചെയ്യാനുള്ള കാരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ മാത ഇൻസാനുൻ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തുൻ ജാരിയ ഔ ഇൽമുൻ യൻതഫഉ ബിഹി ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അതായത് ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യം അവശേഷിക്കും. ഒന്ന്, അവൻ പഠിച്ച് അവൻ അമൽ ചെയ്ത അവൻ്റെ അറിവുകളാണ്. രണ്ടാമത്തേത്, അവൻ കൊടുത്ത ജാരിയായ സ്വതക്കയാണ്. മൂന്നാമത്തേത്, അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദുആയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആരക്കുന്ന നല്ല മക്കളാണ്. മക്കളുടെ ദുആ, പ്രത്യേകിച്ച് സിയാറത്തൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ പോയി ദുആരക്കും. അത് ഉമ്മാക്കും വാപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മാക്കും വാപ്പാക്കും ഭയങ്കര ഇഷ്ടം. അവിടെ ചെന്നിട്ട് നമ്മൾ അവരോട് ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാം. കാരണം നമ്മൾ അവിടെ ചെല്ലുന്നതും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ ഉമ്മയും വാപ്പയും അറിയുമെന്നാണ്. മരണപ്പെട്ടവരറിയും, മരിച്ചവരറിയും. അറിയില്ല എന്ന് പറയുന്നവർ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. മരണപ്പെട്ടവർ അറിയും. നമ്മൾ അവിടെ ചെല്ലുന്നതും നമ്മൾ പറയുന്ന സലാമും എല്ലാം മരണപ്പെട്ട ഉമ്മയും വാപ്പയും ബന്ധുമിത്രാദികളും അറിയുമെന്നാണ്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദുആ ചെയ്യലാണ്. രണ്ട് ദുആ ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഒക്കെയായി നമ്മൾ പറയേണ്ട സ്പെഷ്യലായ രണ്ട് ദുആ. ഒന്ന്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഇത് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുന്ന ദുആയാണ്. ഈ ദുആ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും വാപ്പാക്കും, മരണപ്പെട്ടുപോയ ഉമ്മായും വാപ്പായും ആണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അവർക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ദുആയാണ്. ഏത് എന്ന് പറഞ്ഞേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ആ ദുആ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, വല്ലാത്ത പവറുള്ളൊരു ദുആയാണ്. അതുപോലെ മറ്റൊരു ദുആയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മറന്നു പോകരുതേ. എങ്ങനെ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ രണ്ട് ദുആയും നമ്മൾ മറന്നു പോകരുത്. മരണപ്പെട്ട ഉമ്മച്ചിയുണ്ടോ, വാപ്പച്ചിയുണ്ടോ, ഭർത്താവുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, കൂട്ടുകാരുണ്ടോ, നാട്ടുകാരുണ്ടോ, സഹോദരന്മാർ ആരെല്ലാം ഉണ്ട്, എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നിസ്കാരപ്പായിലിരുന്നിട്ട് നിങ്ങളുടെ മരണപ്പെട്ട പോയ ബന്ധുമിത്രാദികൾ, കാരണവന്മാർ എല്ലാവർക്കും വേണ്ടി നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി ദുആരക്കലാൻ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തവരാണ്, ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ എന്നിങ്ങനെ നമുക്ക് ദുആരക്കാം.
അതായത് സിയാറത്ത് ചെയ്യുക, അവിടെ പോയിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതുക, എന്നിട്ട് റബ്ബേ ഇതിൻ്റെ പ്രതിഫലം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദ്വാരക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ദ്വാരക്ക. 2, മരണപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ചെയ്യാൻ പറ്റിയ, മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റിയതാണ് ദിക്റുകൾ പറയുക, എന്നിട്ട് അത് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ഇപ്പോൾ നമ്മൾ മരണപ്പെട്ട വീട്ടിൽ 3 അല്ലെങ്കിൽ 7, 40 എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ ആണ്ട് അങ്ങനെയൊക്കെ നടത്താറുണ്ട്. അതെന്താണ്? നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ഇങ്ങനെ ദിക്റുകൾ പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ദിക്ർ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. 70,000 ദിക്ർ ഓതുന്നു, അല്ലെങ്കിൽ എന്താണ് സ്വലാത്തുകൾ ഒരുപാട് ചൊല്ലുന്നു. എന്നിട്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹുവെ മരണപ്പെട്ട ഇന്നാലിന്ന ഉമ്മയാണെങ്കിൽ ഉമ്മ, വാപ്പയാണെങ്കിൽ വാപ്പ, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണ് ഭർത്താവ്, മക്കളാണെങ്കിൽ മക്കൾ, അവർക്ക് എത്തിച്ചു കൊടുക്കണം നമ്മൾ ദ്വാരക്കുക അല്ലേ. അത് വല്ലാത്ത എഫക്റ്റ് ചെയ്യുന്ന, മരണപ്പെട്ടവർക്ക് ഒരുപാട് സന്തോഷമാകുന്നൊരു പുണ്യപ്രവൃത്തിയാണത്. ഏതാണത്? ദിക്റുകൾ പറയുക. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മരണപ്പെട്ടവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്ന നമുക്ക് നേട്ടമുണ്ടാവാനും മരണപ്പെട്ടവർക്ക് ഗുണമുണ്ടാവാനും പറ്റിയ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. അതുകൊണ്ട് ചൊല്ലിക്കോ മരണപ്പെട്ട എൻ്റെ ഉമ്മാക്ക് വാപ്പാക്ക് വേണ്ടി എല്ലാ ദിവസവും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 10 പ്രാവശ്യമോ 11 33 പ്രാവശ്യം ദിക്ർ ചൊല്ലിയിട്ട് പറച്ചോനെ ഞാൻ ഈ ചൊല്ലിയ ദിക്റിൻ്റെ ഒക്കെ ബർക്കത്ത്, അതിൻ്റെയൊക്കെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് കൊടുക്കണേ അല്ലാ, എൻ്റെ വാപ്പയുടെ ഖബറിലേക്ക് കൊടുക്കണേ അല്ലാ എന്ന് നമുക്ക് ദ്വാരക. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോൾ അവരുടെ പൊരുത്തം നമുക്ക് കിട്ടുമെന്ന്. അതാണ് ഗുണം. നമ്മൾ ജീവിതകാലത്ത് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ഇങ്ങനെ ദ്വാരക്കുമ്പോൾ അവരുടെ പൊരുത്തം നമുക്ക് കിട്ടുമെന്നാണ്. അതാണ് 2ാമത്തെ കാര്യം. ഇനി 3ാമത്തേത് അവർക്ക് വേണ്ടി വിശുദ്ധമായ ഖുർആൻ ഓതുക അല്ലെ. ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതുക. ഖുർആൻ സൂറത്ത് യാസീൻ ഓതാറുണ്ട്, മുൽക്ക്, ഇഖ്ലാസ് അല്ലെ, അറിയാവുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതിയിട്ട് പഠിച്ചവനെ റബ്ബേ ഞാൻ ഈ സൂറത്തും ആയത്തൊക്കെ ഓതിയിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പ്രതിഫലം ഇതിൻ്റെ പ്രതിഫലം എനിക്കും നീ തരണം. അതുപോലെ എന്നെ മരണപ്പെട്ടു എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം, എൻ്റെ വാപ്പാക്ക് കൊടുക്കണം, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, എൻ്റെ ഭർത്താവിന് കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് കൊടുക്കണം, എൻ്റെ കൂട്ടാളികൾക്ക് ബന്ധുമിത്രാദികൾക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുക. അതാണ് 3ാമത്തെ കാര്യം. ഇനി 4ാമതായി നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ പേരിൽ സ്വതക്കുകൾ കൊടുക്കുക. അതിപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ നാടുകളിലും ഉണ്ടാവും അല്ലേ. എന്താണ് ചെയ്യാറ്? മരിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ഇപ്പോൾ ഇന്ന് മരിച്ചാൽ പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 2 ചാക്ക് അരിയൊക്കെ എടുത്തിട്ട് അരിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഒരു 2 കിലോ 2.5 കിലോ 3 കിലോ ഒക്കെ വെച്ച് അരി പരിസരത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. എന്നിട്ട് പറയും ഉമ്മാക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എല്ലാ നാടുകളിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അരി സ്വതക്ക കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മദ്രസക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ട യതീം മക്കളുണ്ടാവും അവർക്ക് ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ദ്വാരപ്പിക്കുക, പഠിച്ചവനെ അള്ളാഹുവെ ഞാൻ ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പള്ളിക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അരി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പ്രതിഫലം എൻ്റെ ഉമ്മാക്കോ വാപ്പാക്കോ ആരാണോ മരണപ്പെട്ടവർ അവർക്ക് കൊടുക്കണേ എന്ന് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. ഇനി 5ാമത്തേത് ഭക്ഷണം കൊടുക്കുക. നമ്മൾ ഇപ്പോൾ സ്വതക്ക എന്ന് പറഞ്ഞാൽ അരിയോ ഇനി സ്വർണം, ചില ആളുകൾ ഉമ്മാടെ പഴയ സ്വർണം അതൊക്കെ പള്ളിക്ക് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിൽ കൊടുക്കാറുണ്ട്, എന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ പറയാറുണ്ട്. ഇതിപ്പോൾ ത്വാം ഇപ്പോൾ ദർസ് കുട്ടികൾക്ക്, മറ്റും കുട്ടികൾക്ക്, പാവപ്പെട്ടവർക്ക്, മദ്രസ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാറുണ്ട്. ഉമ്മാടെ 40-നും അല്ലെങ്കിൽ ഉമ്മാടെ ആണ്ട് വാപ്പാടെ ആണ്ടാണ്, 7ാമത്തെ ആണ്ടാണ്, 5ാമത്തെ ആണ്ടാണ്, അതുകൊണ്ട് വാപ്പാക്ക് വേണ്ടി വാപ്പാടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു. എന്നിട്ട് കുട്ടികളെ കൊണ്ട് ദിക്ർ ചൊല്ലിപ്പിക്കുന്നു, അല്ലെങ്കിൽ യാസീൻ ഓതിപ്പിക്കുന്നു, എന്നിട്ട് ദ്വാരക്കുന്നു. അതൊക്കെ നല്ലൊരു പ്രവൃത്തിയാണ്, ഭക്ഷണം കൊടുക്കാം. പിന്നെ 6ാമതായി ചെയ്യാനുള്ളത് ജീവിതകാലത്ത് ഈ ഉമ്മയും വാപ്പയൊക്കെ ജീവിതകാലത്ത് അവർ ആരെയൊക്കെ സ്നേഹിച്ചിരുന്നോ അല്ലെ. വാപ്പാക്ക് ചില കൂട്ടുകാരന്മാരുണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാക്ക് ചില കൂട്ടുകാരികളുണ്ടാകും, അയൽവക്കത്തെ വീട്ടിലെ ചേച്ചി ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്ത ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാകും. അപ്പോൾ അവരോടുള്ള ഒരു അതായത് ജീവിതകാലത്ത് അവർ ആരെയൊക്കെ സ്നേഹിച്ചിരുന്നു അതുപോലെ നമ്മളും അവരെയൊക്കെ സ്നേഹിക്കുക. അത് വലിയൊരു കൂലിയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന വലിയൊരു സ്വഹാബിയാണ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഒരു ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ പോവുകയാണ്. ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ പോകുമ്പോൾ എതിരെ ഒരു കാട്ടറബി എന്ന് പറയൂലേ, അങ്ങനെ ഒരു കാട്ടറബിയായ ഒരു അറാബിയായ മനുഷ്യൻ, ഒരു നാടോടിയായ ആളിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഈ ഉമർ തങ്ങളുടെ മകൻ ഒട്ടകത്തിന്റെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ അറാബിയായ മനുഷ്യനെ ചെന്ന് കണ്ടു, അയാൾ കെട്ടിപ്പിടിക്കുകയാണ്.
സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല. അയാളെ കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുന്നു, കയ്യിലുള്ള കുറച്ച് ദിർഹം ദീനാറുകളൊക്കെ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നു. അതും മതിയായിട്ടില്ല. എന്നിട്ടോ ഈ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങൾ ധരിച്ചിരുന്ന ഒരു തലപ്പാവുണ്ട്, ആ തലപ്പാവ് ഊരിയിട്ട് ആ നാടോടിയായ മനുഷ്യന് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒട്ടകം, ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാനും പിടിച്ചു വന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിരുന്ന മറ്റുള്ള ആളുകൾ ഈ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിട്ട് പണിയാ കാണിച്ചേ? ഏതോ ഒരാൾക്ക് നിങ്ങളുടെ തലപ്പാവ് കൊടുക്കുന്നു, നിങ്ങൾ പൈസ കൊടുക്കുന്നു, നിങ്ങളുടെ ഒട്ടകം കൊടുത്തു, ഇതെന്താ സംഭവം? ആ സമയത്താണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ആ പോകുന്നത് ആരാന്നറിയോ? എൻ്റെ വാപ്പയാകുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, എൻ്റെ വാപ്പ, ആ വാപ്പയുടെ കൂട്ടുകാരനാണ്. എൻ്റെ വാപ്പ ജീവിതത്തിൽ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഈ വ്യക്തിയെ. മാത്രമല്ല വാപ്പ ഒരുപാട് നേരം കുശലം പറയുകയും ഒരുപാട് നേരം വെറുതെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയില്ല, അതൊക്കെ ഇയാളുമായിട്ട് ഒരുപാട് നേരം വർത്തമാനം പറയുമായിരുന്നു. വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ വാപ്പ മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് ഞാൻ എൻ്റെ വാപ്പക്ക് വേണ്ടി അയാളെ സന്തോഷിപ്പിച്ചതാണ്. അതും നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. വാപ്പാടെ ഉമ്മാടെ ഒക്കെ പഴയ ഫ്രണ്ട്സുകൾ ഉണ്ടാകും. അപ്പോൾ അവരുടെ അടുക്കലൊക്കെ ഒന്നും ചുമ്മാ ചെല്ലുക, വയസ്സായ ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കുക, എന്നിട്ട് ചോദിക്കുക എന്തായിരുന്നു വാപ്പ എങ്ങനെ, അപ്പോൾ ഉമ്മ എങ്ങനെ, അപ്പോൾ അവർക്ക് ആ പഴയ കാര്യങ്ങൾ പറയും. അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഏഴാമതായി നമ്മൾ ചെയ്യാനുള്ളത് സിയാറത്ത് ചെയ്യലാണ്. ഒരുപാട് മോശത്തരത്തിലേക്ക് ഈ സിയാറത്ത് എന്നുള്ളത് മാറിയിട്ടുണ്ട്. ആണും പെണ്ണും ഒക്കെ ഒരൊറ്റ ബസ്സിൽ കയറി അല്ലേ, ഇപ്പോൾ സിയാറത്തിൽ പോകുന്ന പരിപാടി, ഏർവാടിയ സിയാറത്ത്, അത് നാഗൂർ സിയാറത്ത്, മുത്തുപ്പേട്ട സിയാറത്ത്. നിസ്കരിക്കൂല, രാവിലെ ചിലപ്പോൾ സുബഹിക്ക് മുമ്പ് ഇറങ്ങും, സുബഹി നിസ്കാരം ഖളാവും. അതുപോലെ ലുഹറില്ല, അസറില്ല, ചിലപ്പോൾ രാത്രി ആയിരിക്കും എത്തുക, അല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞാണ് കയറുന്നത്, പിന്നെ എത്തുന്നത് 10 മണിക്കാണ്, സുബഹി നിസ്കാരമില്ല, അങ്ങനെ നിസ്കാരവും ഇല്ല, ഹറാം നോക്കാറില്ല, ഹലാൽ നോക്കാറില്ല. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സിയാറത്ത് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നിസ്കാരം കൃത്യമാക്കുന്നു, ഔറത്തുകൾ മറച്ചിട്ട് മഹാന്മാരുടെ ഖബറിടത്തിലേക്ക് പോയിട്ട് അദബും മര്യാദയൊക്കെ പാലിച്ച് സിയാറത്ത് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരല്ലേ ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ ഒരു ബിസിനസ് ആക്കി എടുത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഉംറ എന്ന് പറഞ്ഞ് ഒരുപാട് ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. ഉംറ അതെന്താണ്? ഒരു ബിസിനസ്, അല്ലാതെ അത് പാവപ്പെട്ട ആളുകൾ കൊണ്ടുപോയി ഇബാദത്ത് എടുപ്പിക്കണം, അതിൻ്റെ കൂലി കിട്ടണം, ആ ഒരു ആത്മാർത്ഥതയില്ലാതെ വെറുതെ ബിസിനസ് എന്നും പറഞ്ഞിപ്പോൾ ഉംറ എന്ന് പറഞ്ഞ് ഒരുപാട് ഗ്രൂപ്പുണ്ട്. നല്ല ഗ്രൂപ്പുണ്ട് കേട്ടോ. അവർക്ക് അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഏത് നല്ല കാര്യമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡ്യൂപ്ലിക്കേറ്റും ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ സിയാറത്ത് ചെയ്യുക. അത് നമ്മുടെ വാപ്പയുടെ ഉമ്മയുടെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യാം. പിന്നെ സ്ത്രീകളാണെങ്കിൽ ഒരുപക്ഷെ ഖബറിങ്കൽ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് യാസീൻ ഓതിയിട്ട് ദ്വാരെന്നാലും മതിയാകുന്നതാണ്. പിന്നെ മഹാന്മാരായ ഒരുപാട് ഔലിയാക്കന്മാർ അല്ലെങ്കിൽ വലിയ ശുഹദാക്കൾ, വലിയ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ അടുക്കൽ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ പോകുമ്പോൾ അദബും മര്യാദയൊക്കെ പാലിച്ച് വേണം പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സാറ ഖബറ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമഅത്തിൻ മറ. അതായത് ഒരു മനുഷ്യൻ ഒരു പുരുഷൻ എന്ത് ചെയ്യുന്നു? അവൻ വാപ്പാടെ ഉമ്മാടെ ഖബറിന്റെ അടുക്കൽ പോവുകയാണ്, അല്ലെങ്കിൽ വാപ്പയുടെ ഖബറിലോ ഉമ്മയുടെ ഖബറിലോ മരണപ്പെട്ട അവരുടെ അടുക്കൽ പോയിട്ട് സിയാറത്ത് ചെയ്തു, അതായത് വിശുദ്ധമായ ഖുർആൻ ഓതി അവർക്ക് വേണ്ടി ദുആരന്നു എങ്കിൽ ഗഫറല്ലാഹു ലഹു, അല്ലാഹു തആല അവനിക്കും ആ ഖബറാളിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വകാന ബാറൻ ബിവാലിദൈഹി, ഇവൻ ആ ഖബർ സിയാറത്ത് ചെയ്തത് കൊണ്ട് ഇവനെ അല്ലാഹു തആല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനാക്കി മാറ്റുന്നതാണ് എന്നുമൊക്കെ നമുക്ക് ഹദീസിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 7 കാര്യങ്ങളാണ് മരണപ്പെട്ട ഉമ്മ വാപ്പ അല്ലെങ്കിൽ ആരാണോ മരണപ്പെട്ട ബന്ധുമിത്രാദികൾ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന 7 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അല്ലാഹു തആല മാറ്റുകയും എല്ലാവിധ നന്മയും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് രോഗങ്ങളാണ് ഉസ്താദെ, കടങ്ങളാണ്, പ്രത്യേകം ദുആരക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പഠിച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയും ഞങ്ങളുടെയും എല്ലാ ബലാ മുസീബത്ത് ആപത്ത് കണ്ണേറ് സിഹറുകളെ തൊട്ടുള്ള വലിയ കാവൽ തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.